ഫോൺ പേ വാലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലാസ്റ്റ് 365 ഡേയ്സ് അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഫോൺ പേ വാലറ്റ് ഉപയോഗിച്ച് യാതൊരുവിധ ട്രാൻസാക്ഷനും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഒരു വാലറ്റ് ഇനാക്ടിവിറ്റി ഫീസായിട്ട് ഓരോ 3 മാസം കൂടുമ്പോഴും 100 രൂപ പ്ലസ് GST ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടിയിട്ടുണ്ടാകും. കൂടുതലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക വാലറ്റ് ഇനാക്റ്റീവായിട്ട് കിടക്കുന്നവർക്കായിരിക്കും. വാലറ്റ് ഇനാക്റ്റീവായിട്ട് ഈ ഒരു ചാർജ് എടുക്കുന്നതിന് 15 ദിവസം മുമ്പായിരിക്കും യൂസേഴ്സിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ അയക്കുന്നത്. സോ ഈ ഒരു ചാർജുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ ന്യൂസ് പോർട്ടൽസിലൊക്കെ കുറെ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു ഡൗട്ടാണ്, നമ്മുടെ വാലറ്റിൽ മതിയായിട്ടുള്ള ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു ചാർജ് എടുക്കുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ UPI ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഫോൺ പേ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ചാർജ് ബാധകമാണ്. അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ പല ഫോറത്തിലും കാണുവാനായിട്ട് സാധിച്ചു. പലരും കമന്റ് ആയിട്ടൊക്കെ ഇട്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. സോ അതിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഈ ഒരു സർവീസ് ചാർജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് ഫോൺ പേ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടത്. അവരുടെ വാലറ്റ് ആക്ടിവേറ്റ് ചെയ്ത ശേഷം ലാസ്റ്റ് 365 ഡേയ്സ് അതായത് ഒരു വർഷത്തിനുള്ള വാലറ്റ് ഉപയോഗിച്ച് യാതൊരു ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാലറ്റ് ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോയൊരു വാലറ്റ് ആണെങ്കിൽ പിന്നീട് ഓരോ 3 മാസം കൂടുമ്പോൾ 100 രൂപ പ്ലസ് GST വാലറ്റ് ഇനാക്ടിവിറ്റി ചാർജ് ആയിട്ട് ഈടാക്കും. അപ്പോൾ പലർക്കും ഡൗട്ടാണ്, ഈ ഫോൺ പേ ആപ്പ് ജസ്റ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നവരിൽ നിന്നും ഈ ഒരു ചാർജ് ഈടാക്കുമോ ഇല്ലയോ എന്നുള്ളത്, ഇല്ലെങ്കിൽ ഈ ഒരു ചാർജ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എടുക്കുമോ എന്നുള്ളത്. ഈ രണ്ട് സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇല്ല എന്നാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ചാർജ് അവർ എടുക്കുകയില്ല. അതുപോലെ തന്നെ UPIക്ക് വേണ്ടി ഫോൺ പേ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ ഒരു ചാർജ് ബാധകമല്ല. കാരണം UPI പേയ്മെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു വാലറ്റ് സർവീസും രണ്ടാണ്. നമ്മൾ ഫോൺ പേ UPI പേയ്മെൻറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് UPI നെറ്റ്വർക്കുമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻ്റർമീഡിയേറ്ററി പ്ലാറ്റ്ഫോം മാത്രമാണ് ഫോൺ പേ എന്ന് പറയുന്നത്. മറ്റ് ഗൂഗിൾ പേ ആണെങ്കിലും പേടിഎം ആണെങ്കിലും എല്ലാം സിമിലർ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമായിട്ടുള്ള റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. NPCIയുടെ UPI പേയ്മെൻറ്റ് നെറ്റ്വർക്കുമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അവർ സഹായിക്കുന്നു. ഒരു ഇൻ്റർമീഡിയേറ്ററി പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വാലറ്റിലേക്ക് വരുന്ന സമയത്ത് വാലറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പ്രൊഡക്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ പണം സൂക്ഷിക്കാനായിട്ട് ഒരു പേഴ്സ് കാണും, അതിൻ്റെ ഒരു ഡിജിറ്റൽ ഫോമാണ് ഈ ഒരു വാലറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഈ ഒരു വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യും. നമ്മുടെ സാധാരണ പേഴ്സിൽ നമ്മൾ പണം സൂക്ഷിക്കുന്നത് പോലെ ആദ്യം ഈ ഒരു ഡിജിറ്റൽ വാലറ്റിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നു. വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത ശേഷം അത് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. മുൻപ് വാലറ്റിൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫുൾ KYC വാലറ്റ് ആണെങ്കിൽ നമുക്ക് വാലറ്റിലെ ഫണ്ട് ഉപയോഗിച്ച് അത് നമുക്ക് മർച്ചൻറ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് നമുക്ക് പണം അയക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ KYC അക്കൗണ്ട് ആണെങ്കിൽ, ഫുൾ KYC വാലറ്റ് ആണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെയാണ് വാലറ്റിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. സാധാരണ UPI പേയ്മെൻറ്റ് സർവീസ് കൊടുക്കുക വഴി ഒരു പ്ലാറ്റ്ഫോമിന് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു പ്ലാറ്റ്ഫോമിൽ മറ്റു സർവീസുകളൊക്കെ നൽകിയാണ് അവർ വരുമാനം ഉണ്ടാകുന്നത്. ഫോൺ പേയും അത് തന്നെയാണ്. ഫോൺ പേയിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു പ്രൊഡക്റ്റാണ് വാലറ്റ്. സോ UPI പേയ്മെൻറ്റ് സർവീസ് നൽകുക വഴി അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ വരുമാനം ഉണ്ടാക്കാനുള്ള മറ്റൊരു രീതിയാണ് ഈ ഒരു വാലറ്റ് ഇനാക്ടിവിറ്റി ഫീസ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ രീതിയിൽ ഫോൺ പേ മാത്രമല്ല, എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ വാലറ്റ്, അതുപോലെ തന്നെ മൊബിക്വിക്കിൻ്റെ വാലറ്റ്, അങ്ങനെ പല പ്ലാറ്റ്ഫോമിലും നമുക്ക് വാലറ്റ് ഇനാക്ടിവിറ്റി ഫീസ് എടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോൺ പേയുടെ വാലറ്റ് ഇനാക്ടിവിറ്റി ചാർജുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ ഒരു വാലറ്റ് ഇനാക്ടിവിറ്റി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഓരോ 3 മാസം കൂടുമ്പോഴും GST ഉൾപ്പെടെ 118 രൂപയാണ് എടുക്കുന്നത്. ഈ ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റ് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വാലറ്റ് ബാലൻസ് 200 രൂപയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസം അവർ 118 രൂപ എടുക്കും. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാലറ്റിൽ ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, സീറോ ആണെങ്കിൽ അവർ ആ ഒരു ഫണ്ട്, ആ ഒരു വാലറ്റ് ഇനാക്ടിവിറ്റി ഫീസ് അവർ എടുക്കുകയില്ല. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും അവർ ഡെബിറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. അതവിടെ 0 ആയിട്ട് തുടരും. ഇനി 118 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങളുടെ വാലറ്റിൽ 20 രൂപയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 20 രൂപ അവർ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് വാലറ്റ് 0 ആയിട്ട് കീപ്പ് ചെയ്യും. നിങ്ങളുടെ വാലറ്റ് ബാലൻസ് 0 ആണെങ്കിൽ അവിടെ യാതൊരു എമൗണ്ടും ഡെബിറ്റ് ചെയ്യുകയില്ല. വാലറ്റിൽ എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ അത് അവർ ഡെബിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു വാലറ്റ് ഇനാക്ടിവിറ്റി ഫീസ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ചാർജ് എടുക്കുന്നതിന് 15 ദിവസം മുമ്പ് യൂസേഴ്സിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ അയക്കും. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫണ്ട് ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വാലറ്റ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഒരു ചാർജ് 15 ദിവസം കഴിഞ്ഞ് എടുക്കുകയില്ല. ജസ്റ്റ് ഒരു 10 രൂപ വാലറ്റിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വാലറ്റിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ വാലറ്റ് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചാർജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാർജ് കൊടുക്കാൻ
എടുക്കാനും വയ്യ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വാലറ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ വാലറ്റിൽ കിടക്കുന്ന ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുകയോ ഇല്ലെങ്കിൽ അതിലെ ബാലൻസ് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്താൽ മതിയാകും. വാലറ്റ് അക്കൗണ്ട് ബാലൻസ് 0 ആയിട്ട് കീപ്പ് ചെയ്താൽ മതിയാകും. സോ ഈ ഒരു വാലറ്റിന് ആക്ടിവിറ്റി ഫീസ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോൺപേയുടെ വാലറ്റ് തുടർന്ന് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വാലറ്റ് ബാലൻസ് 0 ആക്കി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വാലറ്റ് ക്ലോസ് ചെയ്യാം. ഈ വാലറ്റുകളുടെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ക്ലീൻ ആക്കി നിലനിർത്താനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഓരോ ചെറിയ ട്രാൻസാക്ഷനും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ വരും. അതേസമയം നമ്മൾ വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്തു എന്നിട്ട് വാലറ്റ് ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെന്റിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വാലറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് റിഫ്ലക്ട് ചെയ്യുകയില്ല. സോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്ലീൻ ആക്കി വെക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഇപ്പോൾ വാലറ്റുമായി ബന്ധപ്പെട്ട് പല പ്ലാറ്റ്ഫോംസും ഇങ്ങനെയുള്ള ചാർജും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു വരുമാന മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാലറ്റ് വഴിയുള്ള പേയ്മെന്റ്സിനൊക്കെ പല പ്ലാറ്റ്ഫോംസും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫോൺ പേയിലും ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഫോൺ പേയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ് ബാക്ക് പലപ്പോഴും വാലറ്റ് ബാലൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ് ബാലൻസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. സോ നിങ്ങളുടെ ഫോൺ പേ വാലറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ബാലൻസോ കാര്യങ്ങളോ നിങ്ങൾ അറിയാതെ വന്ന് കിടപ്പുണ്ടായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയത്. സോ നിങ്ങൾക്ക് ഫോൺ പേ വാലറ്റ് തുടർന്ന് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വാലറ്റ് ഇനാക്ടിവിറ്റി സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഓരോ മാസവും ഈ പറഞ്ഞ രീതിയിൽ 118 രൂപ നമ്മുടെ ഈ ഒരു വാലറ്റ് ബാലൻസിൽ നിന്നും അവർ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരമില്ലാതെ പോകും. സോ നിങ്ങളുടെ വാലറ്റ് ബാലൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണുമ്പോഴാമെന്ന പ്രതീക്ഷയോടുകൂടി